ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹ വന്ദനം. ഏറ്റവും അനുഗ്രഹകരമായ ഒരു നോയമ്പ് ഞാൻ ആശംസിക്കുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 Chronicles chapter 7 verses 12 to 15. ശലോമോൻ ദൈവ ആലയം പൂർത്തീകരിച്ചതിന് ശേഷം യഹോവയായ ദൈവം ശലോമോനോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള ജനത്തിൻ്റെ കരച്ചിൽ കേട്ട ദൈവം, ഹന്നായുടെ നിശബ്ദമായ പ്രാർത്ഥന കേട്ട ദൈവം. യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. യോഹന്നാൻ 11:41-42 വാക്യങ്ങൾ. ജോൺ 11:41 and 42. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ കർത്താവ് പറയുകയാണ്, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ലിസണിങ്. കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4:18 ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ, കുരുടന്മാർക്ക് കാഴ്ച നൽകുവാൻ, പീഡിതരെ വിടുവിക്കുവാൻ വന്ന കർത്താവ്. നസ്രേത്ത് മാനിഫെസ്റ്റോയിലൂടെയും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് കരച്ചിൽ കേൾക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഇന്ന് ഈ നോയമ്പ് കാലഘട്ടത്തിൽ ലെൻഡ് നമ്മെ ഓർപ്പിക്കുന്നത്, ലെൻഡ് ഈസ് എ പീരിയഡ് ഓഫ് ലിസണിങ്. നോയമ്പ് കേൾക്കുവാനുള്ള കാലഘട്ടമാണ്. ഒന്ന്, ദൈവ ശബ്ദത്തിന് നാം കാതോർക്കണം. ലിസൺ ടു ദ വോയിസ് ഓഫ് ഗോഡ്. അത് നാം ഈ കാലഘട്ടത്തിൽ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ധാരാളം വചനം വായിക്കുവാനും വചനം കേൾക്കുവാനും ഈ നോയമ്പിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും കേട്ട ദൈവം നമുക്ക് തരുന്ന മറ്റൊരു ഉത്തരവാദിത്തമാണ്, ലിസൺ ടു ദ സൈലന്റ് ക്രൈ അറൗണ്ട് യു ആൻഡ് മീ. എനിക്കും നിങ്ങൾക്കും ചുറ്റുമുയരുന്ന ചില നിശബ്ദ കരച്ചിൽ കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നോയമ്പിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, അപ്രകാരമുള്ള നിശബ്ദമായ കരച്ചിലുകൾ നാം കേൾക്കുന്നുണ്ടോ? കേൾക്കുവാൻ ആരുമില്ലാത്തവരുടെ കരച്ചിൽ, ആരും കേൾക്കാതെ കരയുവാൻ ആഗ്രഹിക്കുന്ന കരച്ചിൽ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ അപ്രകാരം നിശബ്ദമായ കരച്ചിൽ ധാരാളമാണ്. നോയമ്പ് എന്ന് പറയുന്നത് ഈ നിശബ്ദ കരച്ചിലിന് കാതോർക്കുന്നതാണ്. ലിസൺ ടു ദ സൈലന്റ് ക്രൈ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ചുറ്റും ഉയരുന്ന നിശബ്ദമായ കരച്ചിൽ ഒരു യാഥാർത്ഥ്യമാകുന്നു. അങ്ങ് ഞങ്ങളുടെ കരച്ചിൽ കണ്ട്, കരച്ചിൽ കേട്ട് ഞങ്ങളെ വിടുവിച്ച ദൈവമാണ്. ഞങ്ങൾക്ക് ചുറ്റും ഉയരുന്ന നിശബ്ദമായ കരച്ചിലിൻ്റെ ശബ്ദം ഒന്ന് ശ്രവിപ്പാൻ, അവരെ ഒന്ന് സഹായിപ്പാൻ, ആശ്വസിപ്പിപ്പാൻ ഈ നോയമ്പിൽ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കേവർക്കും ഏറ്റവും അനുഗ്രഹകരമായ ഒരു ദിനം ഞാൻ ആശംസിക്കുന്നു.